ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മീഡിയം സൈസ് നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 3.5 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5.5 ഇഞ്ചും വിഡ്ത്ത് 2.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിലെ പീസ് കളയാതെ അത് വേസ്റ്റ് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ തുണി കളയാതെ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് തുണി രണ്ടും ഉൾവശം രണ്ടും ചീത്തവശമായിട്ട് വരുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഓപ്പൺ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഓപ്പൺ ഭാഗം ഒരു 1/4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മേൽ സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. അതിൽ മേലെ വേണമെങ്കിൽ ലേസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ലേസ് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇത് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ വേറെ എംബ്രോയിഡിങ്ങിൻ്റെ പീസൊക്കെ വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ഭംഗിയില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ലേസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോർണർ ഭാഗം വരുന്നവിടെയൊക്കെ നേരെ ശ്രദ്ധിച്ചടിച്ചിട്ട് തിരിച്ച് ലേസ് മടക്കി തയ്ക്കുമ്പോൾ ആ കോർണർ ഷേപ്പിൻ്റെ അവിടേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുക കേട്ടോ. അപ്പോൾ അത് കോർണറൊക്കെ കറക്റ്റായിട്ട് വരും. ഇപ്പം നെക്ക് ചീത്തവശം പോലെ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് തയ്ച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ അങ്ങനെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ഇതുണ്ട്. എന്നിട്ട് നെക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ലേസിൻ്റെ അത് നേരെ മടക്കിയിട്ട് വൃത്തിയായിട്ട് ലേസിൻ്റെ ആ സൈഡ് വരുന്ന അത് മാത്രം വരത്തക്ക വിധത്തിൽ മടക്കിയിട്ട് തുണിയിൽ ഈ മേൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നൊക്കെ വെച്ചിട്ട് പിന്ന് കുത്തി വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ വൃത്തിയായി നിൽക്കും കേട്ടോ. ഇതപ്പോൾ ഇങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് തയ്ക്കാം. തയ്ച്ചതിന് ശേഷം ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ക്രോസ് പീസ് തയ്ച്ചിട്ട് സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം നെക്കിൽ വെച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഉൾവശം ചെറുതായിട്ട് കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ചിൽ കത്രിക തട്ടാത്ത വിധത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം.